നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിലെ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ബുധൻ ഇതാ 1200 ഇടവമാസം 23-ാം തീയതി മുതൽ കേവലം 16 ദിവസം, മിഥുനമാസം 8-ാം തീയതി വരെയുള്ള 16 ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗൃഹേ പ്രഭു പരിഗ്രഹാത് ആയതിം പ്രഭുത്വം. ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിലൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു, അധികാരികളുടെ തനിക്ക് പവർ, അധികാരം അത് ലഭിക്കും. സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം, താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മിഥുനത്തിലേക്കുള്ള, സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ്. 2025 ജൂൺ മാസം 6-ാം തീയതി മുതൽ ജൂൺ മാസം 22-ാം തീയതി വരെയുള്ള 16 ദിനങ്ങൾ. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട്. വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ്, വലിയ ശത്രുക്കളാണ്. പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം, ഒരു യോഗം പിറക്കുകയാണ്. ദിഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ. സൗമ്യ രംഗജരോ ബൃഹസ്പതിയുതോ ഗീതപ്രിയോ നൃത്തവിത്ത്. വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു, സ്റ്റേജിൽ ശോഭിക്കുന്നു. തൻ്റെ കർമ്മമേഖല, അതാണ് തൻ്റെ രംഗം. തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു, അദ്ദേഹം ശോഭിക്കുന്നു, അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു. ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്രകാരം തന്നെ കൺസൾട്ടൻസി, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സിനിമ, എഴുത്ത്, പാട്ട്, കൂത്ത്, അഭിനയം. കാരണം മറ്റൊരു ഫലം പറഞ്ഞു, ഗീതപ്രിയ, ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും. നൃത്തവിത്ത്, അദ്ദേഹത്തിന് നൃത്തമറിയാം. അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല. ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം. മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം. എങ്ങനെ സന്തോഷിപ്പിക്കാം? ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം, ബലരാമൻ, പരശുരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്ര സാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും. നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ ചിന്തിക്കാം. മൂലം പുരാണം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ധനുരാശിക്കാർക്ക് ബുധൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ധനുരാശിക്കാർക്കുള്ളത്. ബുധൻ്റെ ഒന്ന് 7-ാം ഭാവം, മറ്റൊന്ന് 10-ാം ഭാവം. അതിനാൽ ധനുരാശിക്കാരുടെ യാത്ര, വിവാഹം, ദാമ്പത്യം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. പിന്നീട് ബുധൻ കർമാധിപത്യം, തൊഴിലുമായി ബന്ധപ്പെടുന്നു. ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി, എല്ലാ തൊഴിലും, ദേവാലയം, മന്ദിരം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 2-ാമത്തെ ഭാവം. അങ്ങനെയുള്ള ബുധൻ ഭദ്രമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. അവിടെ ബുധൻ ഒരു രാജയോഗം ചെയ്യുന്നുണ്ട്. ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുന്നു. അതൊരു യോഗമായി വരുമ്പോൾ പരസ്പര ദൃഷ്ടിയുണ്ടെങ്കിൽ അത് മാനവശ്രേഷ്ഠ യോഗമാണ്. എന്നാലും ഇതൊരു നല്ല യോഗമാണ്. കേന്ദ്രാധിപത്യമുള്ള 2 ഗ്രഹങ്ങൾ, ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴവും 7-10 ഭാവാധിപനായ ബുധനും തമ്മിലുള്ള യോഗം രാജയോഗമാണ്. നല്ല ഒരു രാജയോഗമാണ്. സൗമ്യ രംഗജരോ ബൃഹസ്പതിയുതേ ഗീതപ്രിയോ നൃത്തവിത്ത്. ബുധനും വ്യാഴവും കൂടി ഒന്നിച്ച് വരുമ്പോൾ രംഗചരഹ, അയാൾ രംഗത്തിൽ സഞ്ചരിക്കും, സ്റ്റേജിൽ ചരിക്കും, സ്റ്റേജിൽ ശോഭിക്കും. അതിനു പുറമെ അദ്ദേഹത്തിന് സംഗീതാദി അഭിരുചി വളരെയധികം കൂടും. പ്രത്യേകിച്ച് മിഥുനൻ രാശി സംഗീത അഭിരുചിയുടെ രാശിയാകുന്നു. ആ ബുധൻ അപ്രകാരമുള്ളൊരു യോഗത്തെ പ്രദാനം ചെയ്യുന്ന ധനുരാശിക്കാർ വളരെ നല്ലതാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുന്നു. നർമ്മജ്ഞ എന്നൊരു വിശേഷ ഫലം പറഞ്ഞിട്ടുണ്ട്. 7-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ഹോരാചാര്യർ നർമ്മം ജാനാതീതി നർമ്മജ്ഞ. അതിനാൽ ഹാസ്യവുമായിട്ട് ബന്ധപ്പെടുന്ന കലാപ്രവർത്തനത്തിലും രംഗത്തുമൊക്കെ അഭിനയത്തിലുമൊക്കെ ശോഭിക്കാം ധനുരാശിക്കാർക്ക് ഈ സമയം. അതിനു പുറമെ സംഗീതാദി അഭിരുചികൾ, തൗരിത്രികം, സംഗീത, നൃത്തം, സംഗീത ഉപകരണങ്ങൾ
ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ശോഭിക്കാവുന്നതാണ് ധനുരാശിക്കാർക്ക്. ഒരു നല്ല യോഗമാണ്. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ലതാണ്. സുതശീതകോ സപ്തമസ്ഥോ യുവത്യ വിധത്തെ മുദം തുച്ഛവീര്യം ച ഭോഗേ. യുവതികളുമായി ധാരാളം രമിക്കുമെന്നാണ് 7ാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ഭോഗത്തിൽ അല്പമായ വീര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വതവേ ശനിയും ബുധനും 7ാം ഭാവത്തിൽ ഇമ്പോർട്ടൻ്റ് പ്ലാനറ്റാണ്, നപുംസകഗ്രഹങ്ങളാണ്. അതിനാൽ ശാരീരികമായ വിഷയത്തിൽ വീര്യം കുറയുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ വ്യാഴത്തോടു കൂടി നിൽക്കുമ്പോൾ, നല്ലൊരു യോഗകാരകനായി നിൽക്കുമ്പോൾ അവിടെ അതിന് പ്രസക്തി കുറയും. കാരണം ബുധൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അനസ്തംഗതോ ഹേമവത് ദേഹശോഭാം. അദ്ദേഹത്തിൻ്റെ ആ ദേഹശോഭ, ഹേമവത് സ്വർണം പോലുള്ള ആ ദേഹശോഭയെ ന ശക്നോതി തൽ സമ്പതോ വാനകർത്തും. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളുടെ സമ്പത്തിനെയും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വളരെ നല്ല ഒരു ഫലമാണ് ധനുരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. 7ാം ഭാവത്തിൽ ശുഭഗ്രഹമാണ്. സൗമ്യ വിവാഹഘടന. 7 ശുഭഗ്രഹം വരുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടാർത്ഥ ലാഭ. തനിക്ക് നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടുന്നു. സുദൃങ് ഭോഗാവാപ്തി. സുന്ദരങ്ങളായ കണ്ണുകളോടുള്ള യുവതിയെ തനിക്ക് ലഭിക്കുന്നു. വിദേശയാത സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം. വിദേശത്തുള്ള സുഹൃത്തിത തന്നെ തേടി വരുന്നു, തനിക്ക് സാമ്പത്തികമായി സഹായകരമാകുന്നു. ആ സുഹൃത്ത് തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്രകാരം ഏറ്റവും നല്ല ഒരു ഫലമാണ് ബുധൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം ധനുരാശിക്കാർക്ക് സംഭവിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന ഫലം കൂടി ഇവിടെയുണ്ട്. 7ാം ഭാവം ദേവാലയ ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ദേവൻ്റെ സ്വത്താകുന്നു, ജനപദമാകുന്നു. അതിനാൽ ദേവാലയ വിഷയങ്ങളിൽ ജനപദം ധാരാളം ദേവാലയങ്ങളൊക്കെ ഒഴുകി എത്തുക, വിവാഹങ്ങൾ നടക്കുക. അതിനുമപ്പുറം ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പലരും ദേവന് ദൗത്യമായി ആഭരണങ്ങൾ കൊടുക്കുക. നമുക്ക് കാണാറുണ്ട് ഗുരുവായൂരും തിരുപ്പതിയുമൊക്കെ. തിരുപ്പതിയിൽ പിന്നെ അങ്ങനെയാണ്. കള്ളന്മാർ കളവ് നടത്തിയാൽ പകുതി മുതൽ വെങ്കടേശ്വരനാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണ്ണാഭരണങ്ങൾ, സ്വർണം നിറയുന്നത്, ധനം നിറയുന്നത് വെങ്കടേശ്വരൻ, തിരുപ്പതി ഭഗവാൻ. ഏതായാലും ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല ധനുരാശിക്കാർക്ക്. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ ഈ ബുധൻ്റെ മാറ്റം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.